കല്ലുവാതുക്കൽ സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ബാലവേദിയുടെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന വായനാക്കളരിയുടെ ഭാഗമായി 23-ാം ദിനത്തിൽ സ്റ്റാർ മേക്കർ പുരസ്കാര ജേതാവ് ഭാസ്കർ ശ്രീറാമും കവി KG രാജുവും കുട്ടികൾക്കായി പരിപാടി അവതരിപ്പിച്ചു. ഇതിനോടനുബന്ധിച്ച് നടന്ന പൊതുയോഗം ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ A. ദസ്തഗീർ ഉദ്ഘാടനം നിർവഹിച്ചു. ഈ കാലഘട്ടം ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് സമുദ്ര ചാരിറ്റബിൾ സ്നേഹാലയം അല്ലെങ്കിൽ ഇതുപോലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നും അന്യം നിന്ന് പോകുന്ന വായനയടക്കമുള്ള അല്ലെങ്കിൽ സാംസ്കാരിക രംഗത്ത് പഴയകാലത്ത് പോലെ ഇടപെടാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ നമ്മളെ കല്ലുവാതുക്കലെ സ്നേഹാലയം സമുദ്രതീരം വലിയ ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളാണ്. വിദ്യാർത്ഥിനികൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വളരെ ബോധപൂർവം കടന്നു വരേണ്ട ഒരു മേഖലയാണ് വായനാ കളരി. നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ പ്രദേശത്തുമെല്ലാം നൂറുകണക്കിന് പുസ്തകങ്ങളാണ് പ്രശസ്തരും അല്ലെങ്കിൽ പ്രശസ്തരാവാൻ ആഗ്രഹിക്കുന്ന ആളുകളും അവർ എഴുതി സമൂഹത്തിന് സമർപ്പിക്കുന്നത്. ഞങ്ങളെല്ലാം ബാല്യമെന്ന് പറയുന്നത് ഞങ്ങൾ ആനന്ദം കണ്ടെത്തിയിരുന്നത് വായനയിലാണ്. നമുക്കൊരു പുസ്തകം വായിക്കുക, അന്ന് ഇതുപോലുള്ള സൗകര്യങ്ങളോ നാടുനീളെയുള്ള വായനശാലകളോ ഒന്നുമില്ല. സ്കൂളിൽ നിന്നും കിട്ടുന്ന അറിവിൽ നിന്ന് വ്യത്യസ്തമായി നാട്ടിലെ വിശ്വവിഖ്യാതമായ കൃതികൾ, സാഹിത്യകാരന്മാരുടെ കൃതികൾ വായിക്കുക എന്നുള്ളത് നമ്മളെ വലിയ ആഗ്രഹമായിരുന്നു. അത് ഒരുപക്ഷെ നമ്മളൊരു പ്രീഡിഗ്രി വിദ്യാർത്ഥിയൊക്കെ ആയിരുന്നപ്പോൾ രാത്രി 2 മണി വരെയും 3 മണി വരെയും നീളുന്ന ഒരു വായനാശീലത്തിലുള്ള തലമുറക്കാരാണ് ഞങ്ങളെല്ലാം. എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ കൊച്ചു മിടുക്കികളും മിടുക്കന്മാരുമായിട്ട് വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങൾ വായനയിലേക്ക് തിരിച്ചു പോകണം. വായനയിലേക്ക് തിരിച്ചു പോയാൽ നമുക്ക് ഏറ്റവും വലിയ ആനന്ദം കണ്ടെത്താനും അത് മാത്രമല്ല നമ്മുടെ ജീവിത വിജയത്തിലേക്ക്, നമ്മളെ ജീവിത വിജയങ്ങളിലേക്കും ഉന്നത സ്ഥാനങ്ങളിലേക്കും എത്തിച്ചേരാൻ ഏറ്റവും ഫലപ്രദമായ ഒരു മെഡിസിനാണ് വായന എന്നുള്ളത് നമ്മൾ ഈ കാലഘട്ടത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ്. ഇപ്പോൾ വായന കുറഞ്ഞു വരികയാണ് എന്നാണ് പറയുന്നത്. എന്നാൽ ഏറ്റവും അവസാനം ഇറങ്ങിയ നിരീക്ഷകരും എഴുത്തുകാരും എല്ലാം പറയുന്നത് വായന കുറയുന്നില്ല, വായന കൂടുകയാണ്. അത് വ്യത്യസ്തങ്ങളായ അഭിരുചിക്കനുസരിച്ച് കവിത വായിക്കുന്നവരുണ്ടാവും, വലിയ വിശ്വവിഖ്യാതമായ നോവലുകൾ വായിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ യാത്രാവിവരണങ്ങൾ വായിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ കഥകൾ വായിക്കുന്നവരുണ്ടാവും. ആ ടേസ്റ്റിനനുസരിച്ച് ഏത് മേഖലയിലാണോ നമുക്ക് ടേസ്റ്റ്, ആ ടേസ്റ്റിനനുസരിച്ച് മാറുവാൻ പുതിയ തലമുറ കൂടുതൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരു മുൻകരുതലോടുകൂടി വരേണ്ട ഒരു മേഖലയാണ്. ഞാൻ കൂടുതൽ പ്രസംഗിച്ച് നീട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആവർത്തിച്ച് പറയുന്നു, രക്ഷകർത്താക്കൾ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, രക്ഷകർത്താക്കൾ അവരുടെ എന്തു പഠിച്ചു, എത്ര മണിക്കൂർ പഠിച്ചു എന്ന് ചോദിക്കുന്നതോടൊപ്പം, അത് പരിശോധിക്കുന്നതോടൊപ്പം എൻ്റെ മകൻ ഒരു ദിവസം എത്ര മണിക്കൂർ പത്രം വായിച്ചു, അവൻ ഇന്ന് വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മലയാളമോ ഇംഗ്ലീഷോ എന്തോ ആയിക്കൊള്ളട്ടെ, ആ ഡെയിലി അല്ലെങ്കിൽ പത്രം നമ്മൾ വായിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ നമ്മൾ തയ്യാറാക്കണം. കൊച്ചിലെ ആ ഒരു ശീലം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ അത് ഉണ്ടാകുകയുള്ളൂ. എൻ്റെ മക്കൾ കൊച്ചു കുട്ടികളായിരിക്കുമ്പം ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യം, നിങ്ങൾ എന്തോ പഠിച്ചില്ലെങ്കിലും എന്തോ പഠിക്കണം, പക്ഷേ രാവിലെ ഏറ്റവും കുറഞ്ഞത് ഒരു അരമണിക്കൂർ പത്രം വായിക്കണം. ആ അരമണിക്കൂർ പത്രം വായിക്കുക എന്ന് പറയുന്നത് ഉറക്കെ വായിക്കണം, എനിക്കും കൂടെ കേൾക്കണം. അങ്ങനെ ഒരു ശീലം നമ്മൾ രക്ഷകർത്താക്കൾ നമ്മളെ മക്കളിൽ ഉണ്ടാക്കിയെടുക്കുവാൻ സ്വാധീനം ചെലുത്തണം. അവർ വായിച്ച് അതിൽ രസം പിടിച്ചാൽ തീർച്ചയായും
പിന്നെ നമ്മളെ സഹായം അവർക്ക് ആവശ്യമില്ല, അവർ വായിച്ചോളും. അതുകൊണ്ട് ഇപ്പം ഈ കാലഘട്ടത്തിൽ മയക്കുമരുന്നിനും അല്ലെങ്കിൽ കുട്ടികളെ വഴിതെറ്റിക്കാനുള്ള സംഘടിത ശ്രമം നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ആ ലഹരിക്കൊക്കെ എതിരായി ഈ വായനയുടെ ലഹരി വളർത്തിയെടുക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയണം. ബാലവേദിയുടെ പ്രവർത്തക ആലിയ അധ്യക്ഷത വഹിച്ചു. ഇന്ന് സമുദ്ര ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ നടന്നു വരുന്ന വായനാക്കളരിയുടെ 27ാമത് ദിവസത്തെ പരിപാടികളാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. നമുക്ക് പുതിയ വിശിഷ്ടാതിഥികൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം സാധാരണ രീതിയിലുള്ള കൂടുതൽ വ്യക്തികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി 2 വാക്ക് സംസാരിക്കാനും ക്ലാസ് നയിക്കുന്നതിനുമായിട്ട് ഭാസ്കർ ശ്രീറാം സാറിനെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബാലവേദിയുടെ പ്രവർത്തക രാഗേന്ദു സ്വാഗതം ആശംസിച്ചു. അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, വായനാ കളരിയിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, സമുദ്രതീരത്തെ അച്ഛനമ്മമാരെ, രക്ഷകർത്താക്കളെ, സുഹൃത്തുക്കളെ, സമുദ്ര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടന്നുവരുന്ന വായനാ കളരിയുടെ മഹത്തായ 27ാം ദിവസത്തെ പരിപാടിയാണ് ഇന്നിവിടെ ആരംഭിക്കുന്നത്. ഈ യോഗത്തിൽ പങ്കെടുക്കുന്നവർക്ക് സ്വാഗതം പറയുക എന്ന എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ. ആദ്യമായി സ്വാഗതം ആശംസിക്കാനുള്ളത് ബാലവേദിയുടെ അംഗവും അധ്യക്ഷയുമായ ആലിയയ്ക്കാണ്. ആലിയയെ സമുദ്ര ലൈബ്രറിയുടെ പേരിലും ബാലവേദിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കാനുള്ളത് ഉദ്ഘാടകനായി ഇവിടെ എത്തിയിരിക്കുന്ന ഇത്തിക്കര ബ്ലോക്ക് മെമ്പറായ ദസ്തകീർ സാറിനാണ്. അദ്ദേഹത്തെയും ലൈബ്രറിയുടെ പേരിലും ബാലവേദിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് നയിക്കാൻ എത്തിയിരിക്കുന്ന സ്റ്റാർ മേക്കർ വിജയി ഭാസ്കർ ശ്രീറാം സാറിനാണ് ഇനി എനിക്ക് സ്വാഗതം ആശംസിക്കാനുള്ളത്. അദ്ദേഹത്തെയും ലൈബ്രറിയുടെ പേരിലും ബാലവേദിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ ഇന്ന് ക്ലാസ് എടുക്കുന്ന കവിയും നമ്മുടെ നാട്ടുകാരനുമായ KG രാജു സാറിനാണ് ഇനി എനിക്ക് സ്വാഗതം ആശംസിക്കാനുള്ളത്. അദ്ദേഹത്തെയും ലൈബ്രറിയുടെ പേരിലും ബാലവേദിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി സ്വാഗതം ആശംസിക്കാനുള്ളത് ലൈബ്രറി സെക്രട്ടറി ശ്രീകണ്ഠൻ നായർ സാറിനാണ്. അദ്ദേഹത്തെയും ലൈബ്രറിയുടെ പേരിലും ബാലവേദിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. ഇന്നത്തെ ബാലവേദിയിൽ പങ്കെടുക്കാൻ വന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും, സമുദ്രതീരത്തെ അച്ഛനമ്മമാർക്കും, മറ്റു പ്രവർത്തകർക്കും, മറ്റെല്ലാവർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഡോക്ടർ R ജയചന്ദ്രൻ, സമുദ്രതീരം പ്രസിഡന്റ് ശരത്ചന്ദ്രൻ പിള്ള, സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സെക്രട്ടറി N ശ്രീകണ്ഠൻ നായർ, സമുദ്ര ലൈബ്രറി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് റുവൽ സിംഗ് M എന്നിവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് സ്റ്റാർ മേക്കർ പുരസ്കാര ജേതാവ് ഭാസ്കർ ശ്രീറാമും കവി KG രാജുവും കുട്ടികൾക്കായി പരിപാടി അവതരിപ്പിച്ചു. സമുദ്രതീരം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാൻ ശ്രീ റുവൽ സിംഗ്, ഇന്ന് ഈ ബാലവേദിയിൽ പരിപാടികൾക്കെത്തിയ വിശിഷ്ട വ്യക്തികളെ, ഗുരുതുല്യരായ അച്ഛനമ്മമാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, തീർത്തും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഈ പരിപാടിയിൽ എത്തിച്ചേർന്നത്. കാരണം ഞാൻ നേരത്തെ എത്തിയപ്പോൾ എൻ്റെ പിതൃതുല്യനായ ശ്രീ കാര്യവട്ട ശ്രീകണ്ഠൻ സാറാണ് എന്നെ ഈ പരിപാടിക്ക് റെഫർ ചെയ്തത്. അദ്ദേഹം വഴി ഈ പരിപാടിയിലേക്ക് പ്രശസ്ത സംഗീത അധ്യാപിക ഷീല മധു ടീച്ചർ എന്നെ വിളിച്ചിരുന്നു. അതിനുശേഷം ഇതിൻ്റെ ചെയർമാൻ ശ്രീ റുവൽ സാറും വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ എത്താം. കാരണം ഈ ഒരു 2025 ഇൻ്റർനെറ്റിൻ്റെ പൂർണ്ണ മാറ്റത്തിൽ നിന്ന് കുട്ടികൾക്ക് ഒരു 30 ദിവസം ഒരു വായന കളരി നടത്തുക എന്നുള്ളത് വളരെ പാടാണ്. അതിനൊപ്പം ഇവിടെ എത്തിച്ചേർന്ന കുട്ടികളും അതിൻ്റെ ഒരു വലിയൊരു അച്ചീവ്മെൻ്റാണ്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രത്തോളം കുട്ടികളെ നമ്മൾ ഇൻ്റർനെറ്റിൽ നിന്ന് മാറ്റുകയും വായനയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. അപ്പം അത്തരം ക്ലാസ്സുകൾ വളരെ രീതിയിൽ ഓരോ ദിവസവും വളരെ മെച്ചത്തോടു കൂടി നടക്കുന്നു. അപ്പോൾ ഇന്ന് ഈ പറയുന്നത് പോലെ അബദ്ധത്തിലാണെന്ന് തോന്നുന്നു അധ്യക്ഷ എന്നെ കവി എന്നാണ് വിളിച്ചത്. ഞാൻ ഒരു വരി കവിത പോലും എഴുതിയിട്ടില്ല. അടിസ്ഥാനപരമായി ഞാനൊരു കായിക താരമാണ്. അപ്പോൾ ഈ കായിക താരം എന്നുള്ള രീതിയിൽ സ്പോർട്സിൻ്റെ പല പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നുള്ളത് ഒരു ക്ലാസ് നയിക്കുക അല്ലെങ്കിൽ ഒരു വലിയ പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല. അപ്പോൾ നമ്മളിവിടെ വായന കളരിക്കാണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ എന്തിനാണ് നമ്മൾ വായിക്കുന്നത്? കേൾക്കുന്നില്ല. പഠിക്കാൻ, അറിവ് നേടാൻ. അടിപൊളി.
അപ്പോൾ അറിവ് നേടാനാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അറിവ് നേടാൻ എന്തൊക്കെ വായിക്കണം? പുസ്തകങ്ങൾ, പിന്നെന്തൊക്കെ? പത്രം. അപ്പോൾ അറിവ് നേടാൻ നമ്മൾ പുസ്തകവും പത്രവും എല്ലാം വായിക്കണം അല്ലേ? അപ്പോൾ നമുക്കതിനെ ചെറുതായിട്ടൊന്ന് തിരുത്താം അല്ലേ? നിങ്ങളെല്ലാം ന്യൂജൻ ആയതുകൊണ്ട് ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ അറിവ് തരുന്നത് എന്താണ്? കറക്റ്റ്. മൊബൈൽ, ഗൂഗിൾ ഒക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അറിവ് തരുന്നത്. അപ്പം നമ്മൾ എന്തിനു വായിക്കണം? ഇതാര് ചോദിച്ചാലും അടിവരയിട്ട് പറയണം, പുസ്തകം വായിക്കുന്നത് അറിവ് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ തിരിച്ചറിവ് കിട്ടുന്നതിനാണ്. എന്തിനാണ് പുസ്തകം വായിക്കുന്നത്? തിരിച്ചറിവ് കിട്ടാൻ. അപ്പം അറിവും തിരിച്ചറിവും തമ്മിൽ എന്താണ് വ്യത്യാസം? കേട്ടില്ല, ഉറക്കെ. പഠിക്കാൻ. അറിവും തിരിച്ചറിവും. അപ്പോൾ ഓരോ പുസ്തകം നമ്മൾ വായിക്കുന്നതിലൂടെയും പല പല തിരിച്ചറിവുകളാണ് അറിവിനേക്കാൾ കൂടുതലായി നമുക്ക് ലഭിക്കുന്നത്. അറിവ് നമുക്ക് ലഭിക്കും, പക്ഷേ തിരിച്ചറിവുകൾ ഈ പറയുന്ന ഗൂഗിളിനെയോ ഫേസ്ബുക്കിനെയോ ഇൻസ്റ്റഗ്രാമിനേക്കാളെല്ലാം ഓരോ പുസ്തകങ്ങളിലൂടെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. കറക്റ്റ് അല്ലേ? കറക്റ്റ്. പോരല്ലോ, ഉറക്കെയുള്ളൊരു ഓവറ അതാണ്. ഓക്കെ, അപ്പം ഞാൻ ചോദിക്കാം, നിങ്ങൾ ആരെങ്കിലും പറയാമോ നിങ്ങൾ അവസാനമായി വായിച്ചൊരു പുസ്തകം? വായനക്കളരി 18-ാം ദിവസം വായിച്ചൊരു പുസ്തകത്തിൻ്റെ പേര് പറയോ? ഉറപ്പായിട്ട് ഞാൻ സമ്മാനം തരും. പേരെങ്ങനെയാ? അവസാനമായിട്ട് വായിച്ച പുസ്തകം ഏതാ? ദ ലൈറ്റ് ട്രീ. ഓക്കെ, ആരെഴുതിയ പുസ്തകമാണ് ദ ലൈറ്റ് ട്രീ? അത് നോക്കി, അത് അതിനകത്തില്ലായിരുന്നു. ഫുള്ള് വായിച്ചിട്ടില്ല. ഓക്കെ സാറേ, അപ്പോൾ ഒരു സമ്മാനം വൈകയ്ക്ക് കൊടുക്കണേ. വേറെ ആരെങ്കിലും ഉണ്ടോ അവസാനമായിട്ട് വായിച്ചൊരു പുസ്തകത്തിൻ്റെ പേര് പറയാൻ? മോളെ. ദി പ്രൈസ് ഓഫ് ബ്യൂട്ടി. ഓക്കെ, അതാരെഴുതിയ പുസ്തകമാ? ഫുള്ള് വായിച്ചിട്ടില്ല. കുഴപ്പമില്ല സാർ, ഈ മോൾക്കും കൂടെ ഒരു പ്രൈസേ. അപ്പോൾ പുസ്തകം വായിക്കാനുള്ളൊരു ചെറിയ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒരൊറ്റ മൂല്യം വേണമെങ്കിൽ എടുത്തോ. അപ്പോൾ ജിമ്മും പുസ്തകവും തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണ്? ജിമ്മിൽ പോകുമ്പോഴേ നമ്മളൊരു 100-200 കിലോ ആയിരിക്കില്ല ചെയ്യുന്നത്. അവിടെ ചെന്ന് ചുമ്മാ കൈയൊക്കെ കറക്കി ഒരു ചെറിയ 1 കിലോയുടെ വെയിറ്റൊക്കെ എടുത്ത് അങ്ങനെയായിരിക്കും നമ്മൾ നടക്കുന്നത്. അതുപോലെ വേണം നിങ്ങൾ പുസ്തകം വായിക്കാനും തുടങ്ങാൻ. വളരെ ബുദ്ധിമുട്ടുള്ള, വളരെ പാടുള്ള, ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള വായനകൾക്ക് പുറമെ നിങ്ങൾ ചെറിയ ചെറുകഥകൾ എടുക്കുക. ഒരു പേജിൻ്റെ ചെറുകഥ, 2 പേജിൻ്റെ ചെറുകഥ, ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞ് കഥകൾ വായിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ആ വായനയിലേക്കുള്ള അഭിരുചി കൂടും. അങ്ങനെയാണ് നിങ്ങൾക്ക് പുസ്തകം വായിക്കാൻ കഴിയുന്നത്. ഓക്കെ, കറക്റ്റ് അല്ലേ? ഓക്കെ, ഞാൻ മുന്നേ പോയ ഒരു സ്ഥലത്ത് 8ാം ക്ലാസ്സിലുള്ള ഒരു കുട്ടി പറഞ്ഞു, ഞാൻ വായിച്ച പുസ്തകം ഖസാക്കിൻ്റെ ഇതിഹാസം എന്നാണെന്ന്. ഞാൻ ഡിഗ്രിക്ക് വായിച്ചിട്ട് എനിക്ക് മനസ്സിലാവാത്ത ബുക്കായിരുന്നു. അതാ ഞാൻ ചോദിച്ചത് ഏതൊക്കെ പുസ്തകങ്ങൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന്. ഓക്കെ, അപ്പോൾ പുസ്തകം വായന തുടങ്ങാൻ നമ്മൾ ഇന്ന് തന്നെ എന്ത് ചെയ്യണം? ഏറ്റവും ചെറിയ ചെറുകഥകൾ ഒരു പേജിൻ്റെയോ 2 പേജിൻ്റെയോ വായിക്കുക. നമ്മൾ വായിക്കുമോ? യെസ്, നോ? വായിക്കും, വായിക്കില്ല? ഉറപ്പായിട്ടും വായിക്കും. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുക? എന്നും ഒരു 10 മിനിറ്റ് കണ്ടെത്തുക. ചെറുതായിട്ട് നമ്മൾ പറഞ്ഞ ഒരു കഥ, ഒരു പേജ് ചെറുതായിട്ട് വായിക്കുക. ആ വായിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? നമ്മൾ ആ ബുക്ക് മടക്കി വയ്ക്കുക. ഇത്തരം ചെറിയ ചെറിയ സ്വഭാവശീലങ്ങൾ ഒരു 10-21 ദിവസം നമ്മൾ ചെയ്തു തുടങ്ങിയാൽ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ചര്യയായി മാറും. അതുകൊണ്ടാണ് ഇവിടെ വായനക്കളരി പോലത്തെ പല പല പരിപാടികളും 30 ദിവസവും അതിലേറെ ദിവസങ്ങളും നടത്തുന്നത്. 21 ദിവസങ്ങൾ നിങ്ങൾ നിത്യമായി ചെയ്താൽ അത് നിങ്ങളുടെ ജീവിതചര്യയായി മാറും. അപ്പം ഇന്നേക്ക് തുടങ്ങി എന്നും ഒരു പേജ് വായിക്കുക. വായിക്കില്ലേ? ഉറപ്പാണോ? ഉറപ്പാണ്.
അപ്പം ഞാൻ അടുത്ത പ്രാവശ്യം ഇവിടെ വരുമ്പോൾ ഏതൊക്കെ ബുക്ക് വായിച്ചു എന്ന് ഓരോരുത്തരോടും ഞാൻ ചോദിക്കും. അപ്പോഴെല്ലാം എനിക്കൊരു ബുക്കിൻ്റെ പേരെങ്കിലും നിങ്ങൾ പറഞ്ഞു തരണം. ബാഹുബലി കണ്ടാലേ നമുക്ക് അതിൻ്റെ സെക്കൻഡ് പാർട്ട് മനസ്സിലാവൂ. കറക്റ്റല്ലേ മോളെ? യെസ്. അപ്പോൾ പുസ്തകം വായിക്കുന്നതിലൂടെ നമ്മുടെ തലച്ചോറിലെ ഓരോ നാഡിയും സ്ട്രോങ് ആകും, ഒപ്പം നമ്മുടെ ഓർമ്മശക്തി അതിലൂടെ വർദ്ധിക്കും. അതിനാലാണ് പുസ്തകം വായിക്കുന്നത് ചെറുപ്പക്കാരേക്കാൾ വയസ്സായവർക്ക് കൂടുതൽ ഉപയോഗം എന്ന് പറയുന്നത്. കാരണം വയസ്സാവും തോറും നമ്മുടെ തലച്ചോറിലെ ഈ ശ്രേണികൾ കുറഞ്ഞു വരികയും അതിൻ്റെ കണക്ടിവിറ്റി കൂടുകയും ചെയ്യും. അപ്പം നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ എന്ത് ഗുണം കിട്ടും? ഓർമ്മശക്തി കൂടും. വേറെന്ത് ഗുണം ഉണ്ടാവും പുസ്തകം വായിക്കുന്നതിലൂടെ? ബുദ്ധി വികസിക്കും. ശരിയാണ്, ബുദ്ധി വികസിക്കും. കറക്റ്റ് സാർ. ഈ മോനും കൂടെ ഒരു പേനയെ. ബുദ്ധി വികസിക്കും. അപ്പോൾ നമ്മുടെ തലച്ചോറിന് വേണ്ട ഭൗതികമായ എല്ലാ വികാസങ്ങൾക്കും പുസ്തകം വായന സഹായിക്കും. വേറെ എന്തൊക്കെയായിരിക്കും കാര്യം? നമ്മൾ ചെയ്യുന്ന വായനയും നമ്മൾ ആസ്വദിക്കണം. നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന സമയത്ത് നമ്മൾ വായിച്ച് ശീലിക്കുക. നിങ്ങളെല്ലാവരും ഇപ്പോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇനി 8 ഇനി 7 ഇനി 7 ഇനി 5 ഇനി 6. ഓക്കെ. അപ്പോൾ നമുക്കൊരു സിമ്പിൾ ഗെയിം കളിക്കാം. ഓക്കെ, നിങ്ങൾ വേണമെങ്കിൽ അങ്ങോട്ട് നോക്കി നിന്നോളൂ. ഓക്കെ, ഇതിൽ എനിക്ക് റോളൊന്നുമില്ല, സിമ്പിൾ ഗെയിമാണ്. ഞാൻ ഒരു നമ്പർ പറയും. ഓക്കെ, അത് അടുത്ത ആൾ പറയും. ആ നമ്പർ ഇങ്ങനെ അടുത്തടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കും, 1 തൊട്ട് അങ്ങോട്ട്. സിമ്പിൾ അല്ലേ? 1 തൊട്ട് നമ്പർ അറിയാലോ? അതോ കുറച്ചുകൂടെ ഗെയിമിനൊന്ന് ടൈറ്റ് ചെയ്യാം. മോളുടെ പേരെന്താ? ശ്രീനന്ദന 1 എന്നാണ് പറയുന്നതെങ്കിൽ മോളുടെ പേരെന്താ? കാജിലസ്. മോൾ ഇംഗ്ലീഷിൽ 2 എന്ന് പറയണം. ഓക്കെ, പറയില്ലേ? അപ്പോൾ മോൾ എന്ത് ചെയ്യും? മലയാളത്തിൽ 3 എന്ന് പറയണം. ഓക്കെ, ഇംഗ്ലീഷിൽ 4 എന്ന് പറയും. 5. അപ്പം നിങ്ങളെല്ലാം നേരത്തെ പോലെ തന്നെ മനസ്സിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കും. പക്ഷെ എൻ്റെ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ആരുടെ അടുത്ത് മൈക്ക് തരുന്നു എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ചുമ്മാ ഒന്ന് ട്രയൽ ചെയ്ത് കളിച്ചു നോക്കാം. 1 2 3. മാറണ്ട, നമുക്ക് ചുമ്മാ കളിച്ചു നോക്കാം. ഇപ്പം കളി മനസ്സിലായില്ലേ? ഓക്കെ, 1 2 3 4 5. മോളിരുന്നോ? ഓക്കെ, ഇനി ഒരാൾ വന്നോ? ആരെങ്കിലും ഒരാൾ വന്നോ? ഓക്കെ, മോൾക്കൊരു സമ്മാനം. ഓക്കെ, 1 2 3 4 5. ഓക്കെ, 5 6 7 8 9 12 13 മലയാളമായി പോയല്ലോ. ഓക്കെ, 6 7 8 7 8. ഓക്കെ, ഇതാ മോളെ, എല്ലാത്തിനും നമുക്ക് സമ്മാനമുണ്ട്. 7 8 9 10 11 12 13 14. അത് മലയാളമായി പോയി. ഓക്കെ, ഇനി സ്പീഡിൽ പറയണേ. ഇനി ആലോചിക്കാൻ ഞാൻ സമയം തരില്ല. 4 5 6 7 8 9 10 11 മലയാളവും ഇംഗ്ലീഷും ആയിപ്പോയി. സാർ എനിക്കൊരു പേനയും കൂടെ തരുമോ? 2 പേന തന്നോളൂ. ഓക്കെ, ഈ സിമ്പിൾ ഗെയിം കളിപ്പിച്ചത് വേറൊന്നുമല്ല. നമുക്കെല്ലാം അറിയാം, മലയാളത്തിലും ഇംഗ്ലീഷിലും അടുപ്പിച്ച് പറയാൻ പറഞ്ഞാൽ നമുക്ക് ഈ അക്കങ്ങളൊക്കെ അറിയാം അല്ലേ? പക്ഷെ നമ്മൾ ചെറുതായിട്ടൊന്ന് ട്വീക്ക് ചെയ്തപ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ സ്കിൽ വർക്കാവണം. അപ്പോൾ ഈ കോൺസെൻട്രേഷൻ സ്കില്ല് വർക്ക് ആവാൻ എന്ത് ചെയ്യണം? നമ്മൾ റീൽസിന് പകരം പുസ്തകം വായിക്കണം. പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് എന്ത് കൂടും? കോൺസെൻട്രേഷൻ സ്കിൽ അഥവാ ശ്രദ്ധ. കറക്റ്റ് അല്ലേ? ശ്രദ്ധ കൂടണ്ടേ? ശ്രദ്ധ കൂടിയില്ലെങ്കിൽ എന്താവും?
അശ്രദ്ധമായി പോവും. അപ്പം അത്തരം അശ്രദ്ധകൾ വരാതിരിക്കാൻ നമ്മൾ നിരന്തരം പുസ്തകങ്ങൾ വായിച്ചു കൊണ്ടേ ഇരിക്കണം. എൻ്റെ സ്ഥലം എവിടെയാ? എൻ്റെ സ്ഥലം തിരുവനന്തപുരം എന്ന് കേട്ടിട്ടുണ്ടോ? തിരുവനന്തപുരത്താണ് എൻ്റെ സ്ഥലം. വേറെ എന്തുണ്ട്? വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? എന്ത് ചോദ്യങ്ങളാണ് ചോദിച്ചോ? ചേട്ടന്മാർക്ക് എന്തെങ്കിലും ചോദ്യമുണ്ടോ? ചോദിച്ചോളൂ. സാറിൻ്റെ അമ്മയുടെ പേരെന്തുവാ? എൻ്റെ അമ്മയുടെ പേര് കാവേരി. ഓക്കെ, വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ട്? സാർ എന്തിനിവിടെ വന്നോ? സാറ് സമ്മാനം വാങ്ങിച്ചിട്ടുണ്ടോ? സാറ് സമ്മാനം മേടിച്ചിട്ടുണ്ടോ? ഞാൻ സമ്മാനം മേടിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു കായിക താരമാണ്. അപ്പോൾ കായിക താരപരമായി ബന്ധപ്പെട്ട് സമ്മാനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, വേറെന്ത്? കേട്ടില്ല? ചോദിച്ചോ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം ഫുട്ബോൾ. നിങ്ങൾക്ക് ഫുട്ബോൾ കാണുന്നവരൊന്ന് കൈയടിച്ചേ. അപ്പൊ ഫുട്ബോളിൽ ഇഷ്ടപ്പെട്ട പ്ലെയർ ആരാ? ഇതാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, നിർത്തിക്കോ. നമുക്ക് ഒരൊറ്റ കളി കളിക്കാം. മെസ്സിനെ ഇഷ്ടപ്പെടുന്നവരൊന്ന് കൈയടിച്ചേ. അപ്പിനി റൊണാൾഡോനെ ഇഷ്ടപ്പെടുന്നവരോ? സാർ, അപ്പോൾ നമുക്കിനി സ്പോർട്സിന്റെ പരിപാടി കുറച്ചും കൂടെ ചെയ്യണം. നിങ്ങൾ IM വിജയൻ എന്നുള്ള കളിക്കാരനെ കേട്ടിട്ടുണ്ടോ? സൂപ്പർ. അപ്പൊ IM വിജയന്റെ IM ഇനിഷ്യലിന്റെ ഫുൾ ഫോം പേര് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് 2 പേന തരും. IM വിജയൻ എവിടെയാ സ്ഥലം? തൃശ്ശൂര്. മോൻ തൃശ്ശൂരിൽ നിന്ന് എടുത്തു. 12 സെക്കൻഡിൽ അന്താരാഷ്ട്ര മത്സരത്തിൽ ഗോളടിച്ച താരമാണ് IM വിജയൻ. അപ്പൊ IM വിജയൻ ഒന്ന് കൈയടിച്ചേ. എത്ര കിലോഗ്രാം വരെ വെയിറ്റ് പൊക്കും? ക്വസ്റ്റ്യൻ. ഞാൻ എത്ര കിലോഗ്രാം വരെ വെയിറ്റ് പൊക്കിയിട്ടുണ്ട്? ഞാൻ 156 കിലോഗ്രാം വെയിറ്റ് പൊക്കിയാണ് ദേശീയ മത്സരത്തിൽ പങ്കെടുത്തത്. കേരള സംസ്ഥാന യൂണിവേഴ്സിറ്റി മത്സരങ്ങളിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സ്പോർട്സ് നമ്മൾ പഠിപ്പിക്കുന്നൊരു പാഠം എന്താണ്? ആർക്കെങ്കിലും അറിയാമോ? സ്പോർട്സ് നമ്മൾ പഠിപ്പിക്കുന്നൊരു പാഠം ജയിച്ചാലും തോറ്റാലും വിജയം. അതാണ് സ്പോർട്സിൽ നമ്മൾ പഠിക്കുന്ന പാഠം തന്നെയാണ്. ജയിച്ചാലും തോറ്റാലും വിജയം തന്നെയാണ്. കറക്റ്റ് അല്ലേ? പിന്നെ നമ്മൾ എന്താ പഠിക്കുന്നത്? ഒരുമയുണ്ടെങ്കിൽ കറക്റ്റ്, ഒരുമ. അപ്പോൾ നമ്മളൊരു ടീമായിട്ട് മത്സരിക്കുമ്പോൾ അതിൽ ഒരുമയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നേറാൻ പറ്റൂ. പിന്നെന്താ പഠിപ്പിക്കുന്നത് സ്പോർട്സ്? ആർക്കെങ്കിലും അറിയാമോ? നമ്മുടെ ശാരീരികമായി നമ്മൾ ഉറപ്പാവും. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ വായന നമ്മളെ മാനസികമായി എങ്ങനെ ശക്തിപ്പെടുത്തുന്നുവോ സ്പോർട്സ് ശാരീരികമായി നമ്മളെ ശക്തിപ്പെടുത്തും. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി. പാടണ്ട, ഞാൻ പറഞ്ഞോളാം, ഞാൻ പറഞ്ഞങ്ങ് പോവാം. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. പഠിച്ചിട്ടുള്ളതാണ്. ഒന്നുകൂടെ. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. പരസ്പരം ചിരിക്കണം, വിളക്കുകൾ കൊളുത്തണം, വെറുപ്പുകൾക്ക് മേൽ പ്രകാശ നാളമാകണം. പരസ്പരം ചിരിക്കണം, വിളക്കുകൾ കൊളുത്തണം, വെറുപ്പുകൾക്കു മേൽ പ്രകാശ നാളമാകണം. പരസ്പരം ചിരിക്കണം,
പരസ്പരം ചിരിക്കണം, വിളക്കുകൾ കൊളുത്തണം, വെറുപ്പുകൾക്കുമേൽ പ്രകാശനാളമാകണം. പരസ്പരം ചിരിക്കണം, വിളക്കുകൾ കൊളുത്തണം, വെറുപ്പുകൾക്കുമേൽ പ്രകാശനാളമാകണം. അങ്ങനെ ആകാൻ പറ്റുമോ? പരസ്പരം ചിരിക്കാനും വിളക്കുകൾ കൊളുത്താനും വെറുപ്പുകൾക്ക് മേൽ എന്താകാൻ? പ്രകാശത്തിൻ്റെ നാളമാകുവാനും നമുക്ക് ആകട്ടെ എന്ന് പറയുന്നു. എൻ്റെ പേര് രാജു, തൊട്ടടുത്ത് താമസിക്കുന്ന ആളാണ്. പദ്യം എന്ന് പറഞ്ഞാൽ എന്തുവാ? പദ്യം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഞാനൊരു കാര്യം പറഞ്ഞു തരാം. പാടുന്നത് പദ്യം. ഇതാണ് പാടുന്നത് പദ്യം. ഇപ്പൊ ഗദ്യമോ? പറയുന്നത് ഗദ്യം. ഇതാരും പറഞ്ഞു തരത്തില്ല. ലോകത്തിൽ ആദ്യമായിട്ട് ഞാനാ പറഞ്ഞു തരുന്നത്. പാടുന്നത് പദ്യം, പറയുന്നത് ഗദ്യം. പദ്യമാണോ ഗദ്യമാണോ ആദ്യം ഉണ്ടായതെന്ന ഒരു സംവാദം വന്നാൽ ഞാൻ പറയും രണ്ടും ഒരുമിച്ചാണ്. പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പാടും അവരുടെ ക്ലേശങ്ങളുടെയും ദുരിതങ്ങളുടെയും ദുഃഖങ്ങളുടെയും ഒക്കെ പദങ്ങൾ ചേർത്ത് അവർ പാടിയിട്ടുണ്ടാകും. ഉച്ചവെയിലേറ്റ് വാടിത്തളരുന്ന പിച്ചകമല്ല നീയെ, പച്ചവയലിലായി പിച്ച വച്ചിടുന്ന കൊച്ചു കുരുവിയാളെ, പാടത്തു നിത്യം പണി ചെയ്യും നീ നിന്റെ പാടിൻ്റെ പാട്ടുപാടൂ, പാടുന്ന നേരത്താ കൊത്തരിവാളിൻ്റെ താളം മുഴങ്ങിടട്ടെ. എഴുതിയത് ആരാണെന്ന് അറിഞ്ഞുകൂടാ. പണ്ടെന്നോ ഒരു കർഷകൻ അല്ലെങ്കിൽ ഒരു അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ ആൾ അവരുടെ മക്കൾക്കോ ഭാര്യയ്ക്കോ എഴുതി കൊടുത്ത കവിതാ ശകലമാകാം ഇത്. എന്ത്? ഉച്ചവെയിലേറ്റുവാടിത്തളരുന്ന പിച്ചകമല്ല നീയേ, പച്ചവയലിലായി പിച്ച വച്ചിടുന്ന കൊച്ചു കുരുവിയാളെ, പാടത്തു നിത്യം പണി ചെയ്യും നീ നിന്റെ പാടിൻ്റെ പാട്ടുപാടൂ, പാടുന്ന നേരത്ത കൊത്തരിവാളിൻ്റെ താളം മുഴങ്ങിടട്ടെ. അങ്ങനെ നമ്മുടെ ഭാഷയെ സംബന്ധിച്ച് നമ്മൾ ആലോചിച്ചു പോകുമ്പോൾ പ്രാചീന കവിത്രയങ്ങൾ, 7ാം ക്ലാസ്സിന് ശേഷമുള്ള കുട്ടികൾ ഉണ്ടല്ലോ ഇതിൽ. പ്രാചീന കവിത്രയങ്ങൾ ആരൊക്കെയാ? പ്രാചീന, ആധുനികമല്ല, പ്രാചീന കവിത്രയങ്ങൾ. ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. ആരൊക്കെയാണ് പ്രാചീന കവിത്രയങ്ങൾ? ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. 15ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കവിയാണ് ചെറുശ്ശേരി. 16ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കവിയാണ് എഴുത്തച്ഛൻ. 18ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കവിയാണ് ആര്? കുഞ്ചൻ നമ്പ്യാർ. പഴയകാല കവികൾ രാജസദസ്സുകളിൽ അവരെക്കുറിച്ച് പ്രകീർത്തിച്ച് പാടിക്കൊണ്ട് എഴുതിക്കൊണ്ട് ഇരുന്നിരുന്ന കവികളാണ്. അത്തരത്തിൽ കോലത്ത് നാട്ട് രാജ്യം ഭരിച്ചിരുന്ന കൊല്ലത്ത് നാട്ട് ഉദയവർമ്മൻ്റെ സദസ്സിലെ കവിയായിരുന്നു ആര്? ചെറുശ്ശേരി. ആരുടെ? കോലത്ത് നാട്ട് ഉദയവർമ്മ രാജാവിൻ്റെ സദസ്സിലെ കവിയായിരുന്നു ചെറുശ്ശേരി. അദ്ദേഹം രാജാവും സദസ്സിലെ കവിയായ ചെറുശ്ശേരിയും അവരുടെ ഒരു വിനോദമുണ്ട്, ചതുരംഗം കളി. ഇന്നത്തെ പുതിയ കാലത്തെ
നമ്മൾ ചെസ് എന്ന് പറയത്തില്ലേ, അതിൻ്റെ പഴയ കാല രൂപമാണ് ഏത്? ചതുരംഗം. അതിനകത്ത് 1064 കോളങ്ങൾ, കറുപ്പും വെളുപ്പും. ആരൊക്കെയാണ് അതിൻ്റെ കരുക്കൾ? രാജാവ്, മന്ത്രി, ആന, തേര്, കാലാൾ. അപ്പം അതിനെ നീക്കി ആണ് വിജയിക്കുക. അപ്പം ഇവർ തമ്മിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത് തൻ്റെ കുഞ്ഞിനെ താരാട്ടിക്കൊണ്ട് നിൽക്കുകയായിരുന്നു രാജാവിൻ്റെ ഭാര്യ, ഉദയവർമ്മൻ്റെ ഭാര്യ. എങ്ങനെ? രാരീരം 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 രാരീരാരോ. ആര് പാടുന്നു? ഉദയവർമ്മൻ്റെ ഭാര്യ പാടുന്നു. അപ്പോൾ ഇങ്ങനെ കൊച്ചിനെ ഉറക്കുമ്പോഴും അവരുടെ ശ്രദ്ധ ഈ ചതുരംഗ കരുക്കൾ നീക്കുന്ന രാജാവിൻ്റെ കൈകളിലേക്കായിരുന്നു. ഇപ്പൊ രാജാവ് തോൽക്കും എന്നൊരു അവസ്ഥ വന്നപ്പോൾ ഈ രാരീരം 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 രാരീരാരോ. ഉന്തുണ്ട് 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 ആളെയുണ്ട് പറഞ്ഞു കൊടുത്തു. ഉന്തുക എന്ന് പറഞ്ഞാൽ നീക്കുക, തള്ളുക. അടുത്തിരിക്കുന്ന കവിക്ക് മനസ്സിലാകാത്ത വിധത്തിൽ, ഒരുപക്ഷെ മനസ്സിലായി കാണും, കളി പറഞ്ഞു കൊടുത്തു. കളി പറഞ്ഞു കൊടുത്തുകൂടാ വാസ്തവത്തിൽ. അപ്പോൾ ഈ ആളിനെ ഉന്തിയാൽ കളിയിൽ രാജാവ് ജയിക്കും എന്ന ബോധ്യമുണ്ടായിരുന്ന ഭാര്യ ഉദയവർമ്മന് കളി പറഞ്ഞു കൊടുത്തു. എങ്ങനെ? ഉന്തുണ്ട് പാട്. ഉന്തുണ്ട് 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 ഉന്തുണ്ടുണ്ടുണ്ടുണ്ടാളേയുണ്ട്. അപ്പൊ ഈ പാട്ട് കേട്ട രാജാവ് പറഞ്ഞു അടുത്തിരുന്ന ചെറുശ്ശേരിയോട്, ഈ വൃത്തത്തിൽ, ഈ താളത്തിൽ ഒരു കാവ്യം അങ്ങക്ക് എഴുതാമോ? അത് ഏറ്റെടുത്ത ചെറുശ്ശേരി എഴുതിയ മഹാകാവ്യമാണ് ഏത്? കൃഷ്ണഗാഥ. ഗാഥ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പാട്ട് എന്നാണ്. അപ്പോൾ കൃഷ്ണഗാഥയ്ക്ക് വേറൊരു പേര് കൂടിയുണ്ട്, കൃഷ്ണപ്പാട്ട്. ഇപ്പൊ കൃഷ്ണഗാഥയുടെ രചയിതാവ്, അതിൻ്റെ ഗ്രന്ഥകാരൻ, അതിൻ്റെ കർത്താവ് ആരാണ്? ചെറുശ്ശേരി. ചെറുശ്ശേരിയുടെ ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥമാണ് കൃഷ്ണഗാഥ. അപ്പോൾ 15-ാം നൂറ്റാണ്ടിൽ അത് കഴിഞ്ഞ് പിന്നീട് 16-ാം നൂറ്റാണ്ടിൽ മലയാള ഭാഷയെ ശക്തിപ്പെടുത്തുവാൻ, മലയാള ഭാഷയെ ഭക്തിയുടെ നിറവിലേക്ക് എത്തിക്കുവാൻ വന്ന കവിയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. മലയാള ഭാഷയുടെ പിതാവ്, കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആയ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. നമ്മൾ 4-ാം ക്ലാസ് മുതലൊക്കെ അദ്ദേഹത്തിൻ്റെയും കാവ്യ ശകലങ്ങൾ പഠിക്കാനുണ്ട്. പിന്നീട് 18-ാം നൂറ്റാണ്ടിൽ വന്ന കവിയാണ് ഫലിത സമ്രാട്ടെന്നും ജനകീയ കവിയെന്നും തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവെന്നും ഒക്കെ അറിയപ്പെടുന്ന കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഭാഷ വായിക്കുമ്പോൾ നല്ല വാക്കുകളെന്നല്ല, മറ്റാരും ഉപയോഗിക്കാത്ത വാക്കുകൾ ഭാഷയിൽ ഉപയോഗിച്ച ആളാണ് ആര്? കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ. നോക്കടാ മർക്കടാ മാർഗേ കിടക്കുന്ന മർക്കടാ നീ അങ്ങ് മാറിക്കടാ സടാ എന്നൊക്കെ പറയുമ്പോൾ അത് വേറെ ആരും പറയാത്തതാണ്. അദ്ദേഹം അത് പറഞ്ഞിട്ടുള്ളൂ. ആ വാക്കുകളെ അർത്ഥവത്തായി ഉപയോഗിക്കുവാനുള്ള ഭാഷാപരമായ ശേഷി വിനിയോഗിച്ച ആളാണ് കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ. അപ്പോൾ നമ്മുടെ പ്രാചീന കവിത്തരങ്ങൾ ആരൊക്കെ? ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. നമ്മുടെ ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. പ്രാചീന കവിത്തരങ്ങൾ ആരൊക്കെ? ചെറുശ്ശേരി, എഴുത്തച്ഛൻ,
കൊഞ്ചൻ. ആധുനിക കവിത്തരങ്ങളിലേക്ക് വരുമ്പോൾ പറ. ആശാൻ ഉള്ളൂർ വള്ളത്തോൾ, മഹാകവി കുമാരനാശാൻ, പിന്നെ ഉള്ളൂർ എസ് പരമേശ്വര അയ്യർ, വള്ളത്തോൾ നാരായണ മേനോൻ. ഇവരിൽ മഹാകാവ്യം എഴുതിയാലേ മഹാകവിയാകൂ എന്നൊരു നിബന്ധന ഉണ്ടായിരുന്നു പണ്ട്. വള്ളത്തോളിൻ്റെ മഹാകാവ്യം ചിത്രയോഗം, ഉള്ളൂരിൻ്റെ മഹാകാവ്യം ഉമാകേരളം. പക്ഷേ കുമാരനാശാൻ മഹാകാവ്യം എഴുതിയിട്ടില്ല. പക്ഷെ അപ്പോഴും അദ്ദേഹം മഹാകവിയായി. എന്ന് മാത്രവുമല്ല, നമ്മുടെ ഭാഷയിൽ, നമ്മുടെ സാഹിത്യത്തിൽ, കവിതയിൽ തൻ്റെ അടയാളപ്പെടുത്തൽ രേഖപ്പെടുത്തിയ ഒരു കൃതിയുണ്ട്, വീണപൂവ്. വീണ് കിടക്കുന്ന പൂവ്. ഹാ പുഷ്പമേ അധിക തുങ്കപദത്തിൽ എത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കായേ നീ എന്ന് തുടങ്ങുന്നത്. അപ്പം ആ ഒരു കാവ്യ വാസനയെ പിന്നെ നമ്മുടെ ഭാഷ അതിനെ ഏറ്റെടുത്തു. അപ്പോൾ അതങ്ങനെ പിന്നീട് തൊഴിലുമായി ബന്ധപ്പെട്ട് ഒരുപാട് പാട്ടുകൾ, നാടൻ പാട്ടുകൾ, കൈതോല പായ വിരിച്ചു കാതുകുത്താനെപ്പോവരും നിന്റമ്മാവന്മാര് പൊന്നേ, കാതുകുത്താനെപ്പോവരും നിന്റമ്മാവന്മാര് പൊന്നേ. കൈതോല പായ വിരിച്ചു പായേലൊരു പറ, കാതുകുത്താനെപ്പോവരും നിന്റമ്മാവന്മാര് പൊന്നേ, കാതുകുത്താനെപ്പോവരും നിന്റമ്മാവന്മാര് പൊന്നേ. പാട്. താരകപ്പെണ്ണാളേ തമ്പുരാനെ കോര പറിച്ചാട്ട് തകതിനന്തകത്തെയ്താരോ തകതിനന്തകത്തെയ്താരോ തകതിനന്തകതകതിനന്തകതകതിനന്തനത്തെയ്താരോ താരകപ്പെണ്ണാളേ തമ്പുരാനെത്തിടും മുമ്പ് കരിങ്കാർ കോര പറിച്ചാട്ട് തകതക പെയ്താരോ തകതിനന്തകത്തെയ്താരോ തകതിനന്തകതകതിനന്തകത്തെയ്താരോ. ബാലവേദിയുടെ സെക്രട്ടറി ശിവപ്രിയ നന്ദി പറഞ്ഞു. 30 ദിവസം നീണ്ടു നിൽക്കുന്ന വായനാക്കളരിയിൽ ബാലവേദി കുട്ടികൾക്കായി ഓരോ ദിവസവും വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 3:30 മുതൽ 6 മണി വരെയാണ് വായനാക്കളരിയുടെ സമയം. പരിപാടികളിൽ മലയാള ഭാഷാ പഠനത്തിനായി പ്രദേശത്തുള്ള ഭാഷാ അധ്യാപകർ ക്ലാസുകൾ നയിക്കും. വായനാക്കളരിയിൽ ബാലവേദിയിലെ 62 കുട്ടികളാണ് പരിശീലന ക്ലാസ്സിൽ പങ്കെടുത്തത്. കഴിഞ്ഞ ഏപ്രിൽ 21 ആരംഭിച്ച വായനാക്കളരി ഈ മാസം 21 സമാപിക്കും.